ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മത്തി മസാല ഫ്രൈ ആണ്. ഒരു സ്പെഷ്യൽ മസാല കൂട്ടിൽ പൊരിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ വലിയ മത്തി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വന്ന് വരഞ്ഞ് വെക്കണം. അതിലേക്ക് മസാല കൂട്ടാനായിട്ട് 1/2 സ്പൂണ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അത്ര തന്നെ മൈദ, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 മുറി ചെറുനാരങ്ങയുടെ നീരും പാകത്തിന് ഉപ്പും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മസാല കൂട്ടുന്നത്. അപ്പോൾ ഇതാ മസാല ഈ ഒരു പാകത്തിനാവുന്ന സമയത്ത് വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ പൊരിച്ചതിന് ശേഷം പിന്നെ ഒരു മസാല ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആ മസാലയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 സ്പൂൺ തേങ്ങ ചിരവിയതും 1/4 സ്പൂൺ വലിയ ജീരകവും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് അരച്ച് എടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാകുന്ന സമയത്ത് ഈ മത്തി മസാല ചേർത്ത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ മത്തിയൊക്കെ ഇതേപോലെ ഞാനിത് നിരത്തി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പൊരിക്കുന്ന മാതിരി തന്നെയാണ് തിരിച്ചും മറിച്ചിട്ടത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ, അപ്പോഴാണിത് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഞാനിത് ഈ മത്തിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രൈ ആയ മത്തിയെല്ലാം ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. ബാക്കി മത്തി കൂടി നമ്മൾക്ക് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതുകൂടി ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി അതേ ഫ്രൈ പാനിലേക്ക് ഇനി നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള പൊടിയായി കട്ട് ചെയ്തതും, ഒരു 10ഓളം ചുവന്നുള്ളി കട്ട് ചെയ്തതും, ഒരു 5 വെള്ളുള്ളി കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, ഒരു പച്ചമുളക് കട്ട് ചെയ്തതും നല്ലപോലെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് നല്ലതുപോലെ നിന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇനി ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഘട്ടമാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ട ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അല്പം ഗരം മസാല കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ആ അരച്ച് വെച്ച തേങ്ങ പെരിഞ്ചീരക മിക്സ് അതുകൂടി ചേർത്തു. ഇനി അതിലേക്ക് 2 സ്പൂൺ അളവിൽ പുളിവെള്ളമാണ്, നല്ല കട്ടിക്ക്. അപ്പോൾ പുളി കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 3-4 സ്പൂൺ ആവാം. ഇനി കുറച്ചുകൂടി വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂൺ വെള്ളം. ആ തേങ്ങ അരച്ചതും നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ശരിക്കൊന്ന് വെന്ത് വറ്റി വരാനുണ്ട്. ഈ സമയത്ത് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കട്ടതയും കൂടി ചേർത്തതാണ്. വെള്ളമൊക്കെ വറ്റി നല്ല മസാല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതേ ഒരു പാകമാകുന്ന സമയത്ത് നമ്മൾ അതിന്ന് കുറച്ച് കോരി മാറ്റണം. ഇപ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പകുതി മസാല കോരി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ബാക്കി മസാല ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ആ മത്തി പൊരിച്ചത് അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളി മത്തി മസാലയാണ്, നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി മസാല ഇതേപോലെ നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് ഇതേപോലെ നിരത്തി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം, ആ സെൻറ്ററിൽ ആ നേരത്തെ മസാല എടുത്ത പാത്രത്തിൽ തന്നെ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അടച്ച് വെക്കണം. ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതേ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ അടച്ചവിടെ ഇരിക്കട്ടെ. മസാലയൊക്കെ കയറിയ മത്തിയിലേക്ക് പിടിക്കട്ടെ. കണ്ടില്ലേ, 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മസാലയൊക്കെ കയറി നല്ല സൂപ്പറായിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ പുരട്ടി കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെ, നൂൽപുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.